ഇരുട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഘടകമാണ് മയക്കുമരുന്ന്. മയക്കുമരുന്നിൽ മരുന്നല്ല, മരണമാണുള്ളത് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ പഠനം നടത്തിയാൽ അവർ ഉപയോഗിക്കുന്നവരുടെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളത് പല കാരണങ്ങളാണ്. നിരാശയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മരുന്ന്, സങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മരുന്ന്, സന്തോഷം ലഭിക്കാനുള്ള മരുന്ന് എന്നിങ്ങനെ പല കാരണങ്ങൾ. എന്നാൽ മയക്കുമരുന്ന് എന്ന നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ടവർ ചിന്തിക്കുന്നുണ്ടോ ഇത് മരുന്നല്ല, മരണത്തിലേക്കുള്ള പടികളാണെന്ന്? നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ ചില കൂട്ടർ അഭയം തേടുന്നത് മയക്കുമരുന്ന് എന്ന ലഹരിയെയാണ്. എന്നാൽ ജീവിത പ്രശ്നങ്ങളെ പോലും വിജയം നേടുന്നതാണ് യഥാർത്ഥ ലഹരിയെന്ന് തിരിച്ചറിവില്ലാത്ത വിഡ്ഢികൾ എന്നല്ലാതെ മറ്റെന്താണ് ഇവരെ വിളിക്കേണ്ടത്? നാം ചെയ്യുന്ന എന്ത് കാര്യത്തിലായാലും, പഠനത്തിലായാലും, കളിയിലായാലും, ജോലിയിലായാലും, മറ്റെന്തിലായാലും നാം ആഗ്രഹിക്കുന്ന വിജയം നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോഴെല്ലാം നാം ഒറ്റപ്പെടുന്നുവെന്നും മറ്റുള്ളവർ നമ്മെ അപകടിക്കുമെന്നും തോന്നലുണ്ടാകും. അപ്പോഴാണ് മയക്കുമരുന്നുകൾ ഇടയാകുന്നത്. ഇവിടെ ആണെന്നോ പെണ്ണെന്നോ വലുതെന്നോ ചെറുതെന്നുമില്ലാതെ മയക്കുമരുന്ന് മാഫിയകൾ വല വിരിക്കുന്നു. തിരിച്ചറിവില്ലാത്ത കുട്ടികൾ വരെ അതിൽ ഇരയാകുന്നു. നമ്മുടെ നാട്ടിൽ മദ്യവും മയക്കുമരുന്നും ഇല്ലാത്ത ആഘോഷങ്ങൾ കുറവാണെന്നതും വാസ്തവം തന്നെ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സിനിമകളിലെ ആഘോഷ കാഴ്ചകൾ കുട്ടികളെയും കൗമാരിക്കാരെയും കൂടുതൽ മയക്കുമരുന്നിലേക്ക് അടുപ്പിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, എനിക്കൊന്നേ പറയാനുള്ളൂ. കരയാൻ മാത്രം അറിയാവുന്ന ഒരു ജീവനെയാണ് ദൈവം മുന്നിലേക്ക് അയക്കുന്നത്. ഇപ്പോൾ കാണുന്ന ആരോഗ്യമുള്ള ശരീരവും ബുദ്ധിയുമെല്ലാം നമ്മുടെ രക്ഷിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരുടെയും കഠിനാധ്വാനങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക. മയക്കുമരുന്ന് രുചിച്ചു നോക്കാൻ പ്രേരിപ്പിക്കുന്നവരോട് വേണ്ട എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും നമ്മുടെ ശരീരവും ബുദ്ധിയും മനസ്സും എല്ലാം ശക്തമാക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം.